ചുരുങ്ങിയ മുതൽ മുടക്കിൽ കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമാണ് കൂൺ കൃഷി. മറ്റേതൊരു തൊഴിലിനെയും പോലെ മികച്ച വരുമാനം നൽകുന്ന കൃഷിയാണ് ഇത്. സന്തുലിതവും രോഗപ്രതിരോധ ശേഷി നൽകുന്നതുമായ ഒരു ഉത്തമ ഭക്ഷണം എന്ന നിലയിൽ കൂൺ കൃഷി ആധുനിക യുഗത്തിൽ ഏറെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്. ഉൽപാദന ചെലവ് ഏറെ കുറവാണ് എന്നത് ഇതിൻ്റെ ഒരു സവിശേഷതയാണ്. അതോടൊപ്പം ശാരീരിക അധ്വാനം കുറഞ്ഞ ഒരു കൃഷി എന്ന രീതിയിൽ പ്രായമായവർക്കും വനിതകൾക്കും ഇത് ചെയ്യുവാൻ എളുപ്പമാണ്. വാണിജ്യ അടിസ്ഥാനത്തിൽ അറക്കപ്പൊടിയാണ് ചിപ്പിക്കൂൺ കൃഷിക്ക് മാധ്യമമായി ഉപയോഗിക്കുന്നത്. എന്നാൽ തുടക്കക്കാർക്ക് വൈക്കോൽ ഉപയോഗിക്കുന്നതാണ് അഭികാമ്യം. നല്ല ആദായകരമായ വിളവ് ലഭിക്കുന്നതിന് നല്ല വൈക്കോൽ വേണം ഉപയോഗിക്കുവാൻ. കൊയ്തതിനു ശേഷം ഉണക്കിയെടുത്ത വൈക്കോൽ ഉടനെ കൂൺ കൃഷിക്കായി ഉപയോഗിക്കരുത്. 2 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള വൈക്കോൽ ഉപയോഗിക്കുകയും അരുത്. സ്വർണ്ണ നിറമുള്ള വൈക്കോൽ ഉപയോഗിച്ചാൽ കൂടുതൽ വിളവ് ലഭിക്കും. വൈക്കോലിലുള്ള അണുക്കളുടെ നശീകരണം വളരെ പ്രാധാന്യമർഹിക്കുന്നു. ആവിയിൽ പുഴുങ്ങിയോ രാസലായനിയിൽ മുക്കിവെച്ചോ വൈക്കോൽ അണുനശീകരണം നടത്താം. ആവിയിൽ പുഴുങ്ങിയെടുക്കാൻ 6 മുതൽ 24 മണിക്കൂർ വരെ വൈക്കോൽ വെള്ളത്തിൽ കുതിർത്തെടുക്കണം. ശേഷം 45 മിനിറ്റ് ആവിയിൽ പുഴുങ്ങിയതിനു ശേഷം വൃത്തിയുള്ള പ്രതലത്തിൽ നിരത്തി 50% ജലാംശം ഇല്ലാതാവാൻ അനുവദിക്കണം. അറക്കപ്പൊടിയാണ് മാധ്യമമായി ഉപയോഗിക്കുന്നതെങ്കിൽ വെള്ളത്തിൽ കുതിർത്തതിനു ശേഷം 1 മണിക്കൂർ ആവിയിൽ പുഴുങ്ങണം. വൈക്കോൽ രാസലായനിയിൽ മുക്കി അണുനശീകരണം നടത്തുന്ന രീതി അനുവർത്തിക്കുകയാണെങ്കിൽ കാർബൺ ഡാസിം 8 ഗ്രാം, ബ്ലീച്ചിംഗ് പൗഡർ 10 ഗ്രാം എന്നിവ 100 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് വൈക്കോലിനെ 24 മണിക്കൂറെങ്കിലും മുക്കിവെക്കണം. ശേഷം വൈക്കോൽ പുറത്തെടുത്ത് 50% ജലാംശം ഇല്ലാതാക്കണം. ബെഡ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പ്രതലം, കവർ, സൂചി, ബ്ലേഡ്, റബ്ബർ ബാൻഡ്, പാത്രങ്ങൾ എന്നിവ ഡെറ്റോൾ വെള്ളം ഉപയോഗിച്ച് അണുനശീകരണം നടത്തിയെന്ന് ഉറപ്പുവരുത്തേണ്ടത് അനിവാര്യമാണ്. കൂടാതെ ബെഡ് തയ്യാറാക്കുന്ന വ്യക്തിയുടെ കൈയും അണുനശീകരണം നടത്തണം. ചിപ്പിക്കൂൺ വിത്തിന്റെ ബെഡ് നിർമ്മാണത്തിനായി 60x30 സെന്റിമീറ്റർ വലിപ്പമുള്ള പോളിത്തീൻ കവറും പാൽക്കൂൺ വിത്തിന്റെ ബെഡ് നിർമ്മാണത്തിനായി 60x45 സെന്റിമീറ്റർ വലിപ്പമുള്ള പോളിത്തീൻ കവറുകളുമാണ് ഉപയോഗിക്കുന്നത്. കവറുകളും നന്നായി ഡെറ്റോൾ വെള്ളം ഉപയോഗിച്ച് അണുനശീകരണം നടത്തിയതിനു ശേഷം അഗ്രഭാഗം റബ്ബർ ബാൻഡ് കൊണ്ട് അടയ്ക്കണം. അണുനശീകരണത്തിന് വിധേയമാക്കിയ വൈക്കോൽ ചുമ്മാട് അഥവാ തരിക പോലെ ചുരുട്ടി 1 മുതൽ 1.5 ഇഞ്ച് വരെ കനത്തിൽ കവറിനുള്ളിൽ ഇറക്കി വെച്ച് നന്നായി അമർത്തി നിരപ്പാക്കുക. കൂൺ വിത്ത് പാക്കറ്റ് പൊട്ടിച്ച് ഇതുപോലെ അടർത്തിയിടണം. 300 ഗ്രാമുള്ള കൂൺ വിത്ത് പാക്കറ്റാണിത്. 5 ചുമ്മാടുകൾ അഥവാ തട്ടുകളുള്ള 2 ബെഡ് നിറയ്ക്കാൻ ഈ 300 ഗ്രാം മതിയാകും. ഏകദേശം 25 ഗ്രാം മുതൽ 30 ഗ്രാം കൂൺവിത്തുകൾ ഒരു തരിക നിറയ്ക്കാൻ ആവശ്യമായി വരും. കൂൺവിത്തുകൾ ഇതുപോലെ കവറിന്റെ അരികു ചേർത്ത് ചുറ്റോടും നിരത്തുക. തുടർന്ന് അടുത്ത തരിക കവറിലാക്കാം. ഇങ്ങനെ 5 പ്രാവശ്യം വരെ ആവർത്തിക്കാം. അതായത് 60x30 സെന്റിമീറ്റർ വലിപ്പമുള്ള പോളിത്തീൻ കവറിൽ 5 തരിക അഥവാ ചുമ്മാടുകൾ വരെ നിരത്തി 150 ഗ്രാം കൂൺവിത്തുകൾ പാകാം. ഏറ്റവും മുകളിലെ ചുമ്മാടിനു മുകളിലും കൂൺവിത്തുകൾ നിരത്താൻ മറക്കരുത്. തുടർന്ന് കവർ നന്നായി റബ്ബർ ബാൻഡ് ഉപയോഗിച്ച് കെട്ടുക. പോളിത്തീൻ കവറിൽ വൃത്തിയുള്ള ഒരു മുട്ടുസൂചി കൊണ്ട് 100 സുഷിരങ്ങൾ വരെ ഇടുക. വായുസഞ്ചാരം ഉറപ്പിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇത്തരത്തിൽ തയ്യാറാക്കിയ കൂൺതടങ്ങൾ ആദ്യ 15 ദിവസം കൂൺ തന്തുക്കളുടെ വളർച്ചയ്ക്കായി ഒരു ഇരുട്ടുമുറിയിൽ വയ്ക്കുക. തമ്മിൽ തൊടാത്ത അകലത്തിൽ വയ്ക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ്. 15 ദിവസത്തിനു ശേഷം കൂൺതടങ്ങളെ ആവശ്യത്തിന് വെളിച്ചവും വായുസഞ്ചാരവുമുള്ള മുറികളിൽ തട്ടുകളായി അടുക്കിയോ ഉറികളായി കെട്ടിത്തൂക്കിയോ വയ്ക്കാവുന്നതാണ്. കൂൺതടങ്ങൾക്കിടയിൽ 15 മുതൽ 20 സെന്റിമീറ്റർ അകലം ഉറപ്പുവരുത്തുക. 3-ാം ദിവസം മുതൽ ദിവസേന 2 നേരം വെള്ളം തളിച്ച് ഈർപ്പം നിലനിർത്തുക. മൊട്ടുകളാവുമ്പോൾ അണുനശീകരണം നടത്തിയ ബ്ലേഡ് ഉപയോഗിച്ച് ചെറിയ കീറലുകൾ ബാഗുകളിൽ കൊടുക്കുക. ഇതുവഴിയാണ് കൂൺ പുറത്തേക്ക് വന്ന് പൂർണ്ണ വളർച്ചയിലേക്ക് കടക്കുക. 3-4 ദിവസത്തിനുള്ളിൽ കൂണുകൾ പൂർണ്ണ വളർച്ചയെത്തുകയും
വിളവെടുപ്പ് നടത്താവുന്നതുമാണ്. കൂൺ കൃഷി എന്നത് കാർഷിക മേഖലയിൽ ഒരു സ്വയം തൊഴിൽ സംരംഭമായി കൊണ്ടുപോകാൻ പറ്റുന്ന ഒന്നാണ്. ധാരാളം യുവതീ-യുവാക്കളും കർഷകരും ഇന്ന് ഈ മേഖലയിലേക്ക് കടന്നു വരുന്നുണ്ട്. കേരളത്തിൻ്റെ സാഹചര്യമനുസരിച്ച് ചിപ്പിക്കൂണും അതേപോലെ തന്നെ പാൽക്കൂണും ഇവിടെ ധാരാളമായി കൃഷി ചെയ്തു വരുന്ന ഒരു കാര്യമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനായി ധാരാളം കർഷകർ കൃഷി വിജ്ഞാന കേന്ദ്രത്തെ സമീപിക്കുകയും കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ നിന്ന് ഇതിനുള്ള പരിശീലനങ്ങൾ നൽകുകയും ചെയ്തു വരുന്നു. പ്രത്യേകിച്ച് കൂൺ കൃഷി അതേപോലെ തന്നെ കൂണിൻ്റെ വിത്തുൽപാദനം, ഈ രണ്ട് മേഖലയിലും കൃഷി വിജ്ഞാന കേന്ദ്രം പരിശീലനം നൽകി വരുന്നുണ്ട്. കൂൺവിത്തുകളുടെ ലഭ്യത ഉറപ്പുവരുത്താനും കൂൺവിത്തുകളുടെ ഉൽപാദനം നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് പരിശീലനം നൽകുന്നതിനുമായി മഷ്റൂം സ്പോൺ പ്രൊഡക്ഷൻ യൂണിറ്റും കുമരകത്ത് പ്രവർത്തിക്കുന്ന ഈ കൃഷി വിജ്ഞാൻ കേന്ദ്രത്തിലുണ്ട്. ഇവിടെ കൂൺവിത്തുകളുടെ വിഭജനം അഥവാ സ്പോൺ മൾട്ടിപ്ലിക്കേഷൻ നടന്നുവരുന്നു. അതീവ ശ്രദ്ധയോടെ ചെയ്യേണ്ടുന്ന പ്രവൃത്തിയാണിത്. 1.15 എന്ന അനുപാതത്തിലാണ് വിത്തുകളുടെ മൾട്ടിപ്ലിക്കേഷൻ നടക്കുന്നത്. അണുനശീകരണം നടത്തിയ നെല്ലിലാണ് സ്പോൺ മൾട്ടിപ്ലിക്കേഷൻ നടത്തുന്നത്. മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത കൂൺവിത്തുകൾ കോട്ടയം കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ മുന്നിൽ പ്രവർത്തിക്കുന്ന വിപണന കേന്ദ്രത്തിൽ ലഭിക്കുന്നതാണ്. കൂടാതെ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന ഭക്ഷ്യയോഗ്യമായ കൂണുകളും ഈ വിപണന കേന്ദ്രം വഴി തന്നെ വിൽപ്പന നടത്താറുമുണ്ട്. വീട്ടിൽ തന്നെ ഇരുന്നു കൊണ്ട് ഏതൊരു പ്രായത്തിലുള്ളവർക്കും ഒരു അധിക വരുമാനം നേടുക എന്ന ലക്ഷ്യത്തോടെ ഇതൊരു സംരംഭമായും കൊണ്ടുപോകാൻ പറ്റുന്ന ഒന്നാണ്. ഇന്ന് ഈ ഒരു മേഖലയിൽ, പ്രത്യേകിച്ച് കുമരകം പോലെ ഒരു മേഖലയിൽ, ടൂറിസത്തിന് ഏറെ സാധ്യതയുള്ള ഒരു മേഖലയിൽ കൂൺ കൃഷിക്ക് ധാരാളം സാധ്യതകളും അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു വിപണനത്തിനും ബുദ്ധിമുട്ടില്ലാത്ത ഒരു കാലമാണ്.